മിഴികൾ അടഞ്ഞുകിടന്നു. പക്ഷേ മനസ്സിലെ കാഴ്ചകൾക്ക് തെളിച്ചമേറുകയായിരുന്നു. രൂപ കിടന്നത് ഒരു ആശുപത്രി മുറിയിലാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചുറ്റും നഴ്സുമാരുടെ മെല്ലിച്ച കാൽപ്പെരുമാറ്റങ്ങളും മെഷീനുകളുടെ സ്ഥിരമായ ബീപ് ശബ്ദങ്ങളും മരുന്നുകളുടെ രൂക്ഷമായ ഗന്ധവും അവരുടെ ബോധത്തെ തടവറയിലിട്ടുകൊണ്ട് മുമ്പോട്ടുപോയി. ശരീരം ഒരു ശില പോലെ നിശ്ചലമായിരുന്നു. വിരൽ പോലും അനക്കാനാവുന്നില്ല. എങ്കിലും ഓർമ്മകൾ വേലിയേറ്റം പോലെ മനസ്സിലേക്ക് ഇരച്ചുകയറി. അന്നു രാവിലെ പതിവുപോലെ അവൾ കാറോടിച്ചു പോവുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിനുള്ള തിരക്കിലായിരുന്നു മനസ്സ്. പെട്ടെന്നാണ് ആനന്ദിന്റെ കോൾ വന്നത്. സാധാരണയായി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാറില്ല. പക്ഷെ അത്യാവശ്യമായിരിക്കുമെന്ന് കരുതി അവൾ ഫോൺ സ്പീക്കറിലിട്ടു. രൂപ, നീ എവിടെയെത്തി? ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. അയാളുടെ ശബ്ദം പതിവിലും വിറകൊണ്ടതായി അവൾക്ക് തോന്നി. ഞാനൊരു പാലം കയറുകയാണ്. 5 മിനിറ്റിനകം എത്തും, അവൾ പറഞ്ഞു. സൂക്ഷിച്ചു വരണം എന്നൊരു മറുപടി മാത്രം. ആ വാചകത്തിലെ അസ്വാഭാവികത അപ്പോൾ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. പാലം കയറിക്കഴിഞ്ഞപ്പോൾ അവൾ ബ്രേക്കിൽ കാൽ വെച്ചു. മീറ്റിംഗിന്റെ ആകാംക്ഷയിൽ കാറിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒരു പ്രതികരണവുമില്ല. കാറിന്റെ വേഗത കുറയുന്നതിന് പകരം അത് ക്രമാതീതമായി കൂടുകയായിരുന്നു. അവൾ പരിഭ്രാന്തിയായി വീണ്ടും വീണ്ടും ബ്രേക്ക് ചവിട്ടി. ഒരു ഞെട്ടലോടെ അവൾ ഓർത്തു, ബ്രേക്ക് ലൈൻ മുറിഞ്ഞുപോയതുപോലെ. ബാരിക്കേഡിലേക്ക് ഇടിച്ചുകയറി. കാർ താഴേക്ക് പതിച്ചു. ഓർമ്മകൾക്ക് ഒരു ബ്ലാങ്ക് സ്ക്രീൻ. ശബ്ദം, വെളിച്ചം, വേദന, പിന്നെ ഇരുട്ട്. അവൾക്കെല്ലാം ഓർത്തെടുക്കാൻ കഴിഞ്ഞു. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം പൂർണ്ണമായും പ്രതികരിക്കുന്നില്ല. നാവ് വരളുന്നു. കണ്ണുകൾ അടഞ്ഞുതന്നെ കിടക്കുന്നു. അവിടെ എത്ര ശ്രമിച്ചിട്ടും ഒരു ബീപ് ശബ്ദം പോലും ഒരു പ്രതികരണമുണ്ടാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ നിശബ്ദതയുടെ തടവറയിൽ പെട്ടുപോയ ഒരു തടവുകാരിയായി. രൂപയുടെ ശരീരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവളുടെ ബോധത്തിന് കൂടുതൽ വ്യക്തത വന്നു. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ഓരോന്നും വേർതിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞു. ഡോക്ടർമാർ ഓരോ ദിവസവും വന്നു പരിശോധിച്ചു. പ്രതീക്ഷയോടെ തലയാട്ടി തിരികെ പോയി. പക്ഷെ ഒരു ദിവസവും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു ദിവസം അവളുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവൾക്കിന്നെങ്ങനെ? ഒരു പുരുഷ ശബ്ദം. അത് ആനന്ദിന്റെ ശബ്ദമായിരുന്നു. ആ സ്വരം കേട്ട് അവൾക്കൊരാശ്വാസം തോന്നി. ഒടുവിൽ അയാൾ തന്നെ തേടിയെത്തിയല്ലോ. മാറ്റമൊന്നുമില്ല സാർ, ഡോക്ടർ ഉടൻ വരും, ഒരു സ്ത്രീ ശബ്ദം മറുപടി പറഞ്ഞു. അത് മൈഥിലിയായിരുന്നു, അവളുടെ പേഴ്സണൽ അസിസ്റ്റന്റ്. ഡോക്ടർ പരിശോധന കഴിഞ്ഞു പോയ ശേഷം മുറിയിൽ ആനന്ദും മൈഥിലിയും മാത്രമായി. അവരുടെ സ്വരം പതിയെ താഴ്ന്നു. ഡോക്ടർ പറഞ്ഞു അവൾ ചിലപ്പോൾ ഉണരില്ലെന്ന്. ആനന്ദ് പറഞ്ഞു. ആ ശബ്ദത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. അത് കേട്ട് രൂപയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെയായി. അവൾ വിറച്ചു, പക്ഷേ ശരീരം അനങ്ങിയില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലേ? മൈഥിലി ചോദിച്ചു. അവൾ ഇല്ലാതാകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായി ബ്രേക്ക് പരാജയപ്പെട്ടു, ആനന്ദ് പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലൂടെ ഒരു തീവ്രമായ വേദനയായി കടന്നുപോയി. അവളുടെ ഭർത്താവ് താൻ ജീവിതാവസാനം വരെ സ്നേഹിക്കുമെന്ന് വിശ്വസിച്ച ആനന്ദ് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവരുടെ ചിരി കേട്ട് രൂപയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇവർ തന്നെയാണോ ഈ അപകടത്തിന് പിന്നിൽ? തന്റെ ഭർത്താവ് തന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുകയാണോ? അബോധാവസ്ഥയുടെ ആ നിമിഷങ്ങളിൽ രൂപയുടെ മനസ്സ് ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്തു. ആനന്ദിനോടുള്ള അവരുടെ പ്രണയം, അവന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ അവൾ നൽകിയ പിന്തുണ. ഒരു സാധാരണ ജീവനക്കാരനായിരുന്ന ആനന്ദിനെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അവളെടുത്ത തീരുമാനം. അവർക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അവന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, അവന്റെ പുഞ്ചിരി. പക്ഷേ ഇപ്പോൾ അവൾ കേൾക്കുന്നത് അയാളുടെ വഞ്ചനയുടെ ശബ്ദങ്ങളാണ്. അവൾക്ക് പണമാണ് പ്രധാനം. ഞാനൊരു ജീവനക്കാരൻ മാത്രമായിരുന്നു അവൾക്ക്. ആനന്ദ് മൈഥിലിയോട് പറയുന്നത് അവൾ കേട്ടു. എന്നെ ഒരു സാധാരണക്കാരനായി കാണുന്നതിൽ അവൾക്കൊരു ദുരഭിമാനമുണ്ടായിരുന്നു. ഞാനെന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു പ്രോജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ അവളത് തള്ളിക്കളഞ്ഞു. അതിന്റെ ആത്മാഭിമാനത്തെയാണ് തകർത്തത്. ആനന്ദിന്റെ ശബ്ദത്തിൽ വെറുപ്പ് നിറഞ്ഞിരുന്നു. മൈഥിലി രൂപയോട് എപ്പോഴും അസൂയപ്പെട്ടിരുന്നു. രൂപയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. ആനന്ദിന്റെ അടുത്തുനിന്ന് രൂപയെ അകറ്റാൻ അവൾ പതിയെ പതിയെ വിഷം കലർത്തുകയായിരുന്നു. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാത്തത് അവളുടെ പിടിവാശി കാരണമാണ്, മൈഥിലി ആനന്ദിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദ് പതിയെ മൈഥിലിയുടെ സ്വാധീനത്തിന് വഴിപ്പെട്ടു. അവരുടെ സംഭാഷണങ്ങൾ കേട്ട് രൂപ തന്റെ ജീവിതത്തിൽ എവിടെയാണ് തെറ്റിയത് എന്ന് ചിന്തിച്ചു. മണിക്കൂറുകൾ ദിവസങ്ങളായി കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. രൂപ നിസ്സഹായയായി കടന്നു. അവൾക്കറിയാൻ കഴിഞ്ഞത് ആനന്ദ് രഹസ്യമായ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാനും വ്യാജരേഖകൾ ഉണ്ടാക്കാനും തുടങ്ങി. അവർ വിനോദ് എന്ന പഴയ ജീവനക്കാരനെക്കുറിച്ചും സംസാരിച്ചു.
രൂപയുടെ ബിസിനസ്സിൽ വളരെയധികം താൽപ്പര്യമുള്ള വിനോദ് ആനന്ദിന്റെ എല്ലാ നീക്കങ്ങളെയും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം ഡോക്ടർ വിഷ്ണു അവളുടെ മുറിയിൽ വന്നപ്പോൾ അവൾ ഒരുപാട് ശ്രമിച്ചു സംസാരിക്കാൻ. എന്നെ എന്റെ ഭർത്താവാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ദയവായി ഇത് ആരോടും പറയരുത്. അവർക്കെന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. എങ്കിലും അയാളത് കേട്ടു. അവളുടെ കണ്ണുകളിലെ തീവ്രമായ ഭയവും വേദനയും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു നിമിഷം അയാൾ ഞെട്ടി. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ അയാൾക്ക് ആ രോഗിയുടെ വാക്കുകൾ അവഗണിക്കാനായില്ല. അയാൾ പതിയെ അവളുടെ കൈകളിൽ പിടിച്ചു. ഞാൻ നിങ്ങളെ സഹായിക്കും എന്നയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾക്ക് ഒരു വലിയ മരുന്നിന്റെ ഫലമുണ്ടായിരുന്നു. ഡോക്ടർ വിഷ്ണു രൂപയുടെ അവസ്ഥയെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. ആനന്ദിന്റെ പെരുമാറ്റത്തിലും മൈഥിലിയുടെ അമിതമായ താൽപ്പര്യത്തിലും അയാൾക്ക് സംശയം തോന്നി. ഈ സമയം ഹേമ നായർ എന്ന നഴ്സ് രൂപയുടെ മുറിയിലേക്ക് കയറി വന്നു. രൂപയുടെ ശരീരത്തിന് ഒരു അനക്കവുമില്ലെങ്കിലും അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഹേമയ്ക്ക് മനസ്സിലായി. മുൻപ് സമാനമായൊരു അനുഭവമുണ്ടായതിനാൽ ഹേമയ്ക്ക് ഈ അവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹേമയും ഡോക്ടർ വിഷ്ണുവും ഒന്നിച്ചു ചേർന്ന് രൂപയെ സഹായിക്കാൻ ഒരുമിച്ചു. ആനന്ദ് രൂപയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഹേമ പറഞ്ഞു. അവൾ അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഡോക്ടർ വിഷ്ണു തന്റെ കയ്യിലുള്ള തെളിവുകൾ ഹേമയുമായി പങ്കുവച്ചത്. രൂപയുടെ വാക്കുകൾ അയാൾ അവളെ വിശ്വസിച്ചു. രൂപയെ സഹായിക്കാനുള്ള ടീം പൂർണ്ണമാകുകയായിരുന്നു. ഒരു വശത്ത് രൂപയെ രക്ഷപ്പെടുത്തിയ അരുണുണ്ടായിരുന്നു. ആനന്ദ് അപകടസ്ഥലത്തുനിന്ന് അരുണിനെ ഭീഷണിപ്പെടുത്തി മാറ്റി. പക്ഷേ അരുൺ അത് വിനോദിനോട് പറഞ്ഞു. വിനോദ് ആനന്ദിന്റെ എല്ലാ നീക്കങ്ങളെയും സംശയിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു. വിനോദ് രഹസ്യമായി ആനന്ദിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അരുൺ സംഭവം വിവരിച്ചതും വിനോദ് ആനന്ദിനെ പിന്തുടർന്നതും യാദൃച്ഛികമായിട്ടാണ്. അവരുടെ കൂടിക്കാഴ്ച ഒരു വലിയ വഴിത്തിരിവായി. ഇരുവരും കൈവശമുള്ള വിവരങ്ങൾ പങ്കുവച്ചു. ആനന്ദിന്റെ സാമ്പത്തിക തിരിമറികൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിനോദിന്റെയും അരുണിന്റെയും കൂട്ടുകെട്ട് രൂപയ്ക്ക് വലിയ സഹായമായി. രൂപയുടെ ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ്. ഡോക്ടർ വിഷ്ണു, ഹേമ, വിനോദ്, അരുൺ എന്നിവർ ഒരുമിച്ച് ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. ഡോക്ടർ വിഷ്ണു രൂപയുടെ യഥാർത്ഥ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിനെതിരെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭർത്താവിന്റെ നിർബന്ധത്തെ തുടർന്ന് കമ്മീഷൻ അത് അംഗീകരിച്ചു. എങ്കിലും ആനന്ദിനും മൈഥിലിക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ രഹസ്യമായി അവർ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണം മുറിയിൽ വെച്ചു. ഈ ഉപകരണം മുറിയിലെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പ്ലാൻ അനുസരിച്ച് വിനോദും അരുണും ശേഖരിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറി. പക്ഷേ അവർക്ക് ഉറച്ച തെളിവുകൾ ആവശ്യമായിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ച ദിവസം മുറിയിൽ വെച്ച ഓഡിയോ റെക്കോർഡർ ആനന്ദിന്റെയും അഭിഭാഷകന്റെയും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തു. രൂപയുടെ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും വിനോദിനെതിരെ വ്യാജ കേസുണ്ടാക്കിയതിനെക്കുറിച്ചും അവർ സംസാരിച്ചു. അവൾ ഇനിയും ഉണരുമെന്ന് തോന്നുന്നില്ല, ആനന്ദ് പറഞ്ഞു. അവളുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അവൾക്ക് ഒരു വേദനയും ഉണ്ടാവില്ല. എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു, ആനന്ദ് പറഞ്ഞു. മൈഥിലി രൂപയെ പരിഹസിക്കുന്നതും താൻ എങ്ങനെയാണ് വ്യാജ ഒപ്പിട്ട് രേഖകളുണ്ടാക്കിയതെന്നും ആനന്ദിനോട് പറയുന്നത് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ കളികൾ അവസാനിക്കുന്നില്ല ആനന്ദ്. അവളുടെ ജീവൻ പോയാലും സ്വത്ത് നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കും, മൈഥിലി ചിരിച്ചുകൊണ്ടു പറഞ്ഞു. എല്ലാം കേട്ട് വേദനയിൽ പുളഞ്ഞെങ്കിലും രൂപയ്ക്ക് മനസ്സിലായി, ഇതാണ് സമയം. ഇത് അവളുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ സമയം. ആനന്ദിനും മൈഥിലിക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ അവൾ ധീരമായി കണ്ണു തുറന്നു. പതിയെ പതിയെ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവ് എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഇവർ രണ്ടുപേരും കൂടി എന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. രൂപയുടെ വാക്കുകൾ കേട്ട് ആനന്ദും മൈഥിലിയും ഞെട്ടി. അവർക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ സമയം ഡോക്ടർ വിഷ്ണുവും ഹേമയും പോലീസുമായി അകത്തേക്ക് കയറിവന്നു. ഇവരാണ് എന്റെ ഭർത്താവ് ആനന്ദും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മൈഥിലിയും. ഇവരാണ് എന്റെ അപകടത്തിന് കാരണം. ഇവരെ അറസ്റ്റ് ചെയ്യണം, രൂപ പറഞ്ഞു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. രൂപ മെല്ലെ നടന്നു തുടങ്ങി. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഹേമ, ഡോക്ടർ വിഷ്ണു, അരുൺ, വിനോദ് എന്നിവർ അവൾക്കൊപ്പമുണ്ടായിരുന്നു. ഈ അനുഭവം അവളെ കൂടുതൽ കരുത്തുള്ളവളാക്കി. അവസാനം രൂപയെ രക്ഷിക്കാൻ സഹായിച്ചവർക്കെല്ലാം അവൾ പ്രതിഫലം നൽകി. അരുണിനെ അവളുടെ കമ്പനിയിൽ നിയമിച്ചു. വിനോദിനെ ബിസിനസ് പങ്കാളിയാക്കി. ഡോക്ടർ വിഷ്ണുവുമായി സൗഹൃദത്തിലായി.
ഹേമ നായരുമായി അവൾക്കൊരു നല്ല സൗഹൃദം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഒരു ചെറിയ വീഴ്ചയിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ അവൾ ഉയർന്നുവന്നു. തന്റെ സ്വന്തം ജീവിതവും ഭാവിയും നേടിയെടുത്ത് അവൾ പുതിയ അധ്യായം തുടങ്ങി.